ടി കെ വിനോദൻ, നമ്മൾ കോൺഗ്രസ് MLA-മാരുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLA-മാരുടെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് പോയാൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കടുത്ത ഭാഷാപ്രയോഗങ്ങൾ കാണാം. തോളിലേറ്റി നടന്നുകൊണ്ടിരുന്ന അണികൾ MLA-മാർക്കെതിരെ, നേതാക്കൾക്കെതിരെ തിരിഞ്ഞത് കാണാം. ഈ ഉപജാപങ്ങളിൽ ആ MLA-മാർ ഭാഗഭാക്കാകുന്നതിൽ വലിയ രോഷം UDF-ന് വോട്ട് ചെയ്ത വോട്ടർമാർക്കുണ്ടെന്ന് അവരുടെ കമൻറ്റുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത് സോഷ്യൽ മീഡിയ വഴി ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായി ഉണ്ടാക്കുന്നതാണെന്നൊന്നും പറയാൻ കഴിയില്ല. വളരെ ഓർഗാനിക്കായി ഉണ്ടാവുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടപ്പോൾ അതിന് താഴെ മുഴുവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച UDF പ്രവർത്തകരുടെ കുറിപ്പാണ്. ഈ തരത്തിൽ ശ്വാസം മുട്ടേണ്ട കാര്യമുണ്ടോ UDF സംവിധാനത്തിനും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനും? ദിവസം വൈകി എന്നതല്ല ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഇപ്പം 2 അതിലധികമോ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് പറയാനാവില്ല. കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ 2-ലധികം 3-ലധികമോ ഒക്കെ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കാം. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ ഇവിടെ പ്രധാനപ്പെട്ട കണ്ടന്ററായി വന്നിരിക്കുന്നു. അദ്ദേഹത്തിനാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണയെന്ന് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അങ്ങനെ അദ്ദേഹം കൂടി ഒരു കണ്ടന്ററായിട്ട് വരുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പ്രശ്നമില്ലെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ പിൻവാതിലിലൂടെ ഇപ്പോൾ അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളോടൊപ്പം നിർത്തി അഭിപ്രായം ചോദിക്കുന്നത് വളരെ വളരെ അസ്വാഭാവികമായ ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയില്ല? അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം തീർത്തും മറ്റ് ഒരു MLA-ക്കും ഇല്ലാത്ത സവിശേഷമായ എന്ത് പ്രത്യേകതയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് വിശദീകരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനും അദ്ദേഹത്തെ പിന്താങ്ങുന്നവർക്കും ബാധ്യതയുണ്ട്. അത് A or B or C എന്നുള്ളതല്ല. അതൊരു വളരെ 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 സവിശേഷമായിട്ടുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടമാണിത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾക്ക് ശ്രമം നടത്തുകയും വലിയൊരളവോളം വിജയിക്കുകയും ചെയ്ത നേതാവാണ് അദ്ദേഹം. അപ്പോൾ എനിക്കൊന്ന് ആശയപരമായ പ്രശ്നങ്ങളിൽ, നയപരമായ പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തത, അതിൻ്റെ ആർട്ടിക്കുലേഷൻ സ്കിൽ അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ അത് രാഹുൽ ഗാന്ധിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തെ സഹായിക്കാൻ ശക്തമായ ഒരു ടീം, ഒരു നിരയോ അവിടെ ഇല്ല. ഇന്ന് പഴയ കോൺഗ്രസ് ഹൈക്കമാൻഡ് നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ തകർച്ചയുടെ, കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും തകർന്നതെങ്ങനെ, രാജ്യത്തെങ്ങനെ പുറകോട്ട് പോയി നോക്കുമ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് 1967 9 സംസ്ഥാനങ്ങളിൽ ഒറ്റയടിക്ക് കോൺഗ്രസ് പരാജയപ്പെട്ടു. പക്ഷേ 71 ശക്തമായി തിരിച്ചു വന്നു. അന്നും തിരിച്ചു വരാത്ത ഒരു സംസ്ഥാനമുണ്ട്. 67 മുതൽ കോൺഗ്രസിന് പിന്നെ അങ്ങോട്ട് ഭരണകക്ഷിയാവാൻ പറ്റാത്തൊരു സംസ്ഥാനം തമിഴ്നാടിൽ അന്ന് ദ്രാവിഡ പ്രസ്ഥാനത്തിന് ഇടം നൽകിയ കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ ഒരു ഐക്യമുന്നണിയുടെ ഭാഗമായി, ഭരണത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ തന്നെയും കോൺഗ്രസ് അവിടെ സ്ഥാനം ഉറപ്പിച്ച ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വിജയിയെ പിന്തുണയ്ക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് ആ മുന്നണിക്ക് ആ സംസ്ഥാനത്ത് നേതൃത്വം നൽകിയ പാർട്ടി അറിയുക പോലും ചെയ്യാതെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുക വളരെ അപക്വമായ ഒരു കാര്യമാണ്. അതുപോലെ എനിക്കൊന്ന് ഇത്തരം കാര്യങ്ങളിൽ അത് ഐക്യമുന്നണി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ, ഈ കാര്യങ്ങളിലുള്ള വലിയ പരിചയക്കുറവ്. ഐക്യമുന്നണി രാഷ്ട്രീയ രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരുന്ന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് എനിക്ക് 2017 മറ്റുമാണ്. അതിനുശേഷം 2 വർഷം അദ്ദേഹം ആ സ്ഥാനത്തിരുന്നുള്ളൂ. അപ്പോൾ അത് 1ാം UPA 2ാം UPA കാലത്തും രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലും അദ്ദേഹം ആയിരുന്നില്ല പ്രധാനമായിട്ടും ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ ഐക്യമുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിലുള്ള വലിയ പിഴവ്, അല്ലാതെ തന്നെ മധ്യപ്രദേശിലൊക്കെ ഉണ്ടായ പിഴവ്, ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെപ്പോലെ ആശയവ്യക്തതയുള്ള പ്രത്യയശാസ്ത്രപരമായി പ്രശ്നങ്ങളെ കാണാൻ സമീപിക്കുന്ന പുതിയ ഒരു പാതയിലൂടെ നമ്മുടെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് സംഘടനാപരമായ പിൻബലം നൽകാൻ ഒരാളില്ലാതെ പോയി എന്നത് വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആളുകളായിരുന്നു നമ്മുടെ അഹമ്മദ് പട്ടേലിനെ പോലെയുള്ളവർക്ക് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കുറച്ചു കാലം വടക്കേ ഇന്ത്യയിൽ പഠനാവശ്യത്തിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗപ്പെടുത്താതെ പോയപ്പോൾ ദിഗ്വിജയ് സിംഗിനെ പോലെ ഒരാൾ, അഴിമതിരഹിതനായ, അതേസമയം ഗ്രാസ് റൂട്ടിൽ ജനങ്ങളുടെ പൾസറിയാവുന്ന ഒരു നേതാവ്. തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണ് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, അവരെന്തുകൊണ്ട് ഉപയോഗപ്പെടുന്ന VM സുധീരനെ പോലെ ഒരു നേതാവ് നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതിൻ്റെ
ഐക്യമുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അനുഭവ പാഠങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇപ്പോൾ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീയെ അവർ രാജ്യസഭാ മെമ്പറാക്കി, അതൊക്കെ കോൺഗ്രസിൻ്റെ തീരുമാനം. പക്ഷേ അതിന് പകരം VM സുധീരനെ പോലെയുള്ള ആളായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആളുകളെ കണ്ടെത്താൻ, ശരിക്കും കഴിവുള്ള ആളുകളെ ദേശീയ രാഷ്ട്രീയത്തിൽ നേതൃത്വം നൽകാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്താനും അവരെ ഒപ്പം നിർത്താനും ഉള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ആ കാര്യത്തിൽ പരാജയമാണ് എന്നുള്ളതാണ് താങ്കളുടെ ആ നിരീക്ഷണത്തിന്റെ പോലും ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷെ